പാലക്കാട് ഒറ്റപ്പാലം NSS കോളേജ് KSU ആക്രമണത്തിൽ പ്രതികളായ നേതാക്കൾ റിമാൻഡിൽ. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായ ദർശൻ, KSU നേതാക്കളായ റൌഫ്, സൂരജ്, അഭിനേഷ് എന്നിവരാണ് ഇപ്പോൾ റിമാൻഡിലായത്. അതേസമയം പ്രതികളായ UUC അടക്കമുള്ള 4 KSU പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി സച്ചിൻ പാലക്കാടും ചേരുകയാണ്. സച്ചിൻ, ഈ കോളേജിലെ അതിക്രമ കേസിൽ ഇപ്പോൾ KSU നേതാക്കൾ പ്രതികളാകുന്നു. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സസ്പെൻഷൻ അടക്കമുള്ള കോളേജിലെ അച്ചടക്ക നടപടികളിലേക്കും കടക്കുകയാണോ? മനു, തീർച്ചയായും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് KSUയുടെ യൂണിയൻ കൗൺസിലറായ ദർശൻ, അതുപോലെ തന്നെ KSU നേതാക്കളായ റൌഫ്, സൂരജ്, അഭിനേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 2ാം വർഷ വിദ്യാർത്ഥിയായ കാർത്തികിനെ ക്രൂരമായി ആക്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കോളേജ് വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പ്രതി ചേർക്കപ്പെട്ട ഈ 4 പ്രതികളെയും ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച് കുരുക്കിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ക്രൂരമായ ആക്രമണമാണല്ലോ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത്. അതൊരു ഇൻസ്റ്റഗ്രാമിൽ ഇട്ടൊരു വീഡിയോയിലെ കമന്റുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർക്കണം ഇത്രയും വലിയ അതിക്രമം KSU നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായും മനു, സംസ്ഥാനത്ത് മൊത്തം KSU പ്രവർത്തകർ ഇത്തരത്തിൽ ക്രൂരമായ അക്രമത്തിന് കാരണമാവുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് കോളേജ് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ നേതാക്കൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് കമന്റ് ഇട്ടതിനെതിരെയാണ് കാർത്തികിനെ സംഘം ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത്. വധശ്രമത്തിനാണ് ഈ 4 പ്രവർത്തകർക്കുമെതിരെ ഇപ്പോൾ ഒറ്റപ്പാലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മനു, വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള വാർത്തയാണ്. ഏതായാലും ഈ KSU നേതാക്കളെയാണ് പ്രതിപക്ഷ നേതാവും KPC അധ്യക്ഷനും ഓരോ മിനിറ്റിലും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കളമശ്ശേരി കഞ്ചാവ് കേസിലും നമ്മൾ കണ്ടതാണ് KSU നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുന്നത്. പക്ഷേ അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴിതാ ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമായ അതിക്രമം നടത്തിയ KSU നേതാക്കൾ അവർ റിമാൻഡിലാകുന്നു. കോളേജ് സസ്പെൻഷൻ നടപടി സ്വീകരിക്കുന്നു. ഒരക്ഷരം പോലും അവർക്കെതിരെ പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന ഏറ്റവും ദുഃഖകരമായ ഗൗരവതരമായ പ്രശ്നവും നമ്മുടെ മുൻപിലുണ്ട്. വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്.